അപ്പോൾ ഇന്നൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഒരു പ്രോബ്ലം പിന്നെ വർക്കൗട്ട് ചെയ്യാനും തരാം. അങ്ങനെ 2 പ്രോബ്ലമായിട്ട് ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ പ്രോബ്ലമാണ്. ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. ഇത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. അതായത് എക്സ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എക്സ് കമ്പനീനെ അക്വയർ ചെയ്തിരിക്കുന്നത് വൈ കമ്പനിയാണ്. ആ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടില്ല. ഓൺലി ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഫൈനൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. അതിന് മുന്നേ വരെയുള്ള ജേണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാലൻസ് ഷീറ്റ് മതിയാവും. അപ്പം അതിൽ ഐറ്റംസ് തന്നിരിക്കുന്ന അസറ്റ് സൈഡ് ഒരു 5 ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ അസറ്റ് സൈഡ് ആണെങ്കിൽ അത് ലോസ് ആണ്. ലയബിലിറ്റി സൈഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്, അതായത് ലോസ് ആണ്. അതുകൊണ്ടാണ് അസറ്റ് സൈഡ് കാണിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാം എന്താണ്, ഫിക്സ്ഡ് അസറ്റും ആൻഡ് കറണ്ട് അസറ്റ്സും ആണ് തന്നിട്ടുള്ളത്. പിന്നെ ലയബിലിറ്റി സൈഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഷെയർ ക്യാപിറ്റലും പിന്നെ 2 ഔട്ട്സൈഡ് ലയബിലിറ്റീസും. അത്രേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ ബാലൻസ് ഷീറ്റിൽ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കുക. ദ കമ്പനി വെൻറ്റ് ഇൻ ടു വോളണ്ടറി ലിക്വിഡേഷൻ ആൻഡ് ദ അസറ്റ്സ് വർ സോൾഡ് ടു വൈ കമ്പനി ലിമിറ്റഡ് ഫോർ എത്രയാണ്, 1,50,000 ആണ് അവിടെ പർച്ചേസ് കൺസിഡറേഷനായിട്ട് വരുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് അവർ കൊടുക്കുന്നത്? 1,50,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ. പേയബിൾ ആസ് ടു 60,000 ഇൻ ക്യാഷ്. അപ്പോൾ 60,000 അവർ ക്യാഷ് ആയിട്ടാണ് പേ ചെയ്തിരിക്കുന്നത്. ആൻഡ് ബാലൻസ് വരുന്ന 90,000 ബൈ ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ആയിട്ടാണ്. 60,000 പ്ലസ് 90,000 ആണ് 1,50,000 പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ 60,000 ക്യാഷായിട്ട് പേ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫറർ കമ്പനി യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. വിച്ച് സഫൈസ് ടു ഡിസ്ചാർജ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് പേ വൈൻഡിങ് അപ്പ് എക്സ്പെൻസസ് ഓഫ് 2,000. ഇപ്പോൾ 60,000 ക്യാഷായിട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ട്രാൻസ്ഫറർ കമ്പനി യൂസ് ചെയ്തത്? അവരുടെ ക്രെഡിറ്റേഴ്സിനെയും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെയും, അതായത് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നതിന്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട് 30,000 പ്ലസ് 28,000, അതായത് 58,000 അങ്ങനെ പോയി 60,000. ബാക്കി 2,000 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? ടു പേ ദ വൈൻഡിങ് അപ്പ് എക്സ്പെൻസസ്, അല്ലെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസസ്, ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിനാണ് ബാക്കി 2,000 യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 6,000 ഇവർ ക്യാഷായിട്ട് കൊടുത്തത് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ഫറർ കമ്പനി ഇത്രയും പർപ്പസിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുന്നതിനും വൈൻഡിങ് എക്സ്പെൻസസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ലയബിലിറ്റീസ് ഒന്നും തന്നെ ട്രാൻസ്ഫറി കമ്പനി ഇവിടെ ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ഫറർ കമ്പനി തന്നെ അത് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ലയബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതില്ല, അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുന്ന എൻട്രി എഴുതേണ്ടതില്ല. അസറ്റ്സ് മാത്രമേ ടേക്ക് ഓവർ ചെയ്യുന്നുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട കാര്യം അതാണ്. ഇവിടെ ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? ബാക്കി വരുന്ന 90,000 അതവർ ഷെയർസ് ആയിട്ടാണ്, ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് പേ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് പേ ചെയ്തിരിക്കുന്നത്? ബൈ ദ അലോട്ട്മെൻറ്റ് ഓഫ് 12,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഓഫ് വൈ കമ്പനി ലിമിറ്റഡ്, ₹7.50 പെർ ഷെയർ. അപ്പോൾ എങ്ങനെയാണ് പെയ്ഡ് അപ്പ് വാല്യൂ ആയിട്ട് 90,000 എന്ന് പറഞ്ഞത് പേ ചെയ്തിരിക്കുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. ബാലൻസ് ഷീറ്റിലുള്ളത് 12,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, അങ്ങനെയാണ് 1,20,000 കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിൽ പെയ്ഡ് അപ്പ് വാല്യൂ ആയിട്ട് 7.50 വെച്ചുകൊണ്ടാണ് പുതിയ കമ്പനി, അല്ലെങ്കിൽ വൈ കമ്പനി ലിമിറ്റഡ് ഈ ഒരു ഷെയർസ്, അതായത് പുതിയ കമ്പനിയിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 7.50 പുതിയ കമ്പനി എന്ത് ചെയ്തിരിക്കുന്നത്? 12,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12,000 ഇൻറ്റു 7.5 ആണ് 90,000 അവിടെ ഷെയർസിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ
പർച്ചേസ് കൺസിഡറേഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 60,000 ക്യാഷ് ആയിട്ടും ആൻഡ് 90,000 എന്തായിട്ടുമാണ് ഷെയർസ് ആയിട്ടാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട്സും പിന്നെ ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസും. ബാലൻസ് ഷീറ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല, അസ്യൂമിങ് ദാറ്റ് ദ അമാൽഗമേഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. അപ്പോൾ എൻട്രി എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ട്രാൻസ്ഫറർ കമ്പനിയുടെ അക്കൗണ്ടാണ് എഴുതേണ്ടത്. ട്രാൻസ്ഫറർ കമ്പനിയുടെ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അസെറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലയബിലിറ്റീസ് ഒന്നും ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ അസെറ്റ്സ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, മിഷനറി, സ്റ്റോക്ക് ആൻഡ് സൺട്രി ഡെറ്റേഴ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താ? ലോസ് ആണ്. ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ദെൻ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഏതാ? പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആകുന്ന എൻട്രി ആണ്. സോ എന്താണ്? ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് 1,50,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ അത് പേ ചെയ്യുന്ന തേർഡ് എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്ന എൻട്രിയാണ്, അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് 60,000 ആൻഡ് ഷെയർസ് ആയിട്ട് 90,000 ആണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഫോർത്ത് എൻട്രി എന്ന് പറയുന്നത് സൺട്രി ലയബിലിറ്റീസ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സൈഡ് ലയബിലിറ്റീസ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എന്താ? സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. നമ്മൾ ക്യാഷ് കൊടുത്ത് അത് ഡിസ്ചാർജ് ചെയ്തു. ക്യാഷ് കുറയുന്ന സമയത്ത് അതിനെ ക്രെഡിറ്റ് ചെയ്തു. ആൻഡ് ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുകയാണ്, അത് ഇല്ലാതാവുകയാണ്. അപ്പോൾ ലയബിലിറ്റീസ് കുറയുന്ന സമയത്ത് അതിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ആ ഒരു എൻട്രി കഴിഞ്ഞു, ലയബിലിറ്റീസിൻ്റെ കേസ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഓക്കെ, ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്ത ഒരു എൻട്രി കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിയലൈസേഷൻ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കുക, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ ഇതുവരെയുള്ള എൻട്രീസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡ് എന്തൊക്കെ ഉണ്ടാകും? അസെറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത എൻട്രി ഉണ്ടാകും, പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുള്ള എൻട്രി ഉണ്ടാകും. ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയിരിക്കുന്ന എൻട്രി ഉണ്ടാകും. ഇനി നിങ്ങളിതിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് കിട്ടുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ഒരു എൻട്രിയാണ് നെക്സ്റ്റ് വരിക. എന്ത് വരും? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇവിടെ ഇത് കമ്പൈൻ എൻട്രി ആയിട്ട് എഴുതിയതാണ്. നമുക്കിനി എന്തുണ്ട്? ബാലൻസ് ഷീറ്റിൽ ഡെബിറ്റ്സ് അസറ്റ് സൈഡിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടെ എന്ത് ചെയ്യാനുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. നമ്മൾ ഒരു എൻട്രി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഓൾ ദി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസസ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് എന്താ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് റിസർവ്സ് ഉണ്ടെങ്കിൽ റിസർവ്സ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതും. ആ ഒരു എൻട്രിയാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇത് ഓർഡറിന് വരുന്ന കുറച്ച് ചേഞ്ചസ് ആണ്. നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് പ്രോഫിറ്റ് ഓർ ലോസ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലോസ് ആണ് അസറ്റ് സൈഡ് കാണിക്കുന്നത്. അപ്പോൾ ആ ലോസ് എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ഒരു എൻട്രിയാണ് ഇത്, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്ലസ് എന്തുകൂടെ ഉണ്ട്? നമുക്ക് ഈ ഒരു റിയലൈസേഷൻ ലോസ് കൂടെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് എൻട്രിയാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രാൻസ്ഫർ ചെയ്തു, റിയലൈസേഷൻ അക്കൗണ്ടും ട്രാൻസ്ഫർ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് എൻട്രി ചെയ്താലും മതി. പിന്നെ എന്ത് ചെയ്യുക? ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ്
ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത്. അവർക്ക് എന്താ 90,000 ഷെയർസ് കൊടുത്തുകൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രി എഴുതിയതിന് ശേഷം ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ടാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ട്, ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് നെസസറി ഓർ കമ്പൽസറി അല്ല പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ഫറി കമ്പനിയുടെ അക്കൗണ്ടിൽ വരുന്ന ജേർണൽ എൻട്രീസാണ് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ എന്താ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ്. പർച്ചേസ് ആവുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എൻട്രിയിൽ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അസറ്റ്സ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും ടു ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ലയബിലിറ്റീസ് ഒന്നും തന്നെ ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് എന്തേ ഉണ്ടാവുള്ളൂ, നമ്മളുടെ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയിരിക്കുന്ന എൻട്രി, അതായത് ടു ലിക്വിഡേറ്റർ ഓഫ് എക്സ് കമ്പനി ലിമിറ്റഡ് എന്നുള്ള എൻട്രിയാണ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ചെയ്യാനുണ്ടാവുക. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസ്, ഈ ടോട്ടൽ എമൗണ്ടും 1,50,000 തമ്മിലുള്ള ബാലൻസ് നോക്കുക. ഏത് സൈഡാണ് കുറവ് എമൗണ്ട് ഉള്ളത്. അപ്പോൾ ഇതിലെത്രയാണ്, ക്രെഡിറ്റ് സൈഡാണ് കുറഞ്ഞ എമൗണ്ട് ഉള്ളത്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പർച്ചേസ് മെത്തേഡ് ആയതുകൊണ്ട് ക്യാപിറ്റൽ റിസർവിലേക്കാണ്. ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ് വില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് പർച്ചേസ് മെത്തേഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്കാണ് ബാലൻസ് ഫിഗർ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്തിരിക്കുന്ന എൻട്രിയാണ്. അത് നമുക്കറിയാം 90,000 ഷെയർ ക്യാപിറ്റലായിട്ടും ആൻഡ് 60,000 ക്യാഷ് ആയിട്ടാണ് പേ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് എൻട്രി മാത്രമേ ഇവിടെ വരുള്ളൂ, കാരണം ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തത് ട്രാൻസ്ഫറർ കമ്പനി തന്നെയാണ്. പിന്നെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് മീറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തതും ട്രാൻസ്ഫറർ കമ്പനി തന്നെയാണ്. വേറെ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല, ഈ ഒരു ട്രാൻസ്ഫറി കമ്പനിയിൽ വരുന്നില്ല. അപ്പോൾ ഇത്രയും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൂ. ബാക്കി ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ട ഐറ്റംസ് ഒന്നും തരാത്തതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തരാം, ഇത് കഴിഞ്ഞ് തരാം. ഓക്കെ.